ഹായ് ലേണേഴ്സ്, ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? നമ്മളുടെ കോർ ഏരിയ ഡിസ്കഷൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളതെല്ലാം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ യൂണിറ്റ് 3 നോക്കണം, അതായത് ബിസിനസ് എക്കണോമിക്സ്. ബിസിനസ് എക്കണോമിക്സിൽ നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് മുന്നേ നോക്കിയിട്ട് പോകേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം എക്കണോമിക്സ് എന്ന് പറയുമ്പം ഇതും കുറച്ച് വൈഡായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നമുക്കറിയാം എക്കണോമിക്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കിയിരിക്കേണ്ടത്, ഏതൊക്കെ പോർഷൻസ് ആണെന്ന് നോക്കാം. നോക്കിയേ, ഡിമാൻഡ് അനാലിസിസ്, ലോ ഓഫ് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്. ഇപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഡിമാൻഡ് അനാലിസിസിനെ പറ്റി നോക്കണം അല്ലേ? നമ്മൾ ഓൾറെഡി ഇപ്പം ഡിമാൻഡും സപ്ലൈയും പ്രൈസും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിമാൻഡ് അനാലിസിസിനെ പറ്റിയിട്ടും ലോ ഓഫ് ഡിമാൻഡ് ഉണ്ട് അല്ലേ? ഇപ്പോൾ പ്രൈസ് കൂടുമ്പം ഡിമാൻഡ് കുറയും, അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഇതൊക്കെ നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ലോ ഓഫ് ഡിമാൻഡിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ആ ഒരു ഗ്രാഫ് വെച്ചിട്ടൊക്കെ തന്നെ നമുക്ക് വരച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട്. നിങ്ങളത് ഗ്രാഫ് പോലെ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. കാരണം ഈ ഒരു ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ആവറേജ് റവന്യൂ കൂടുമ്പം അല്ലെങ്കിൽ കുറയുമ്പം മാർജിനൽ റവന്യൂവിൽ എന്താണ് വ്യത്യാസം വരുന്നത് എന്നൊക്കെ എല്ലാ വട്ടവും ചോദിക്കാറുണ്ട്. സോ നിങ്ങളത് ആ ഒരു ഗ്രാഫ് വരച്ച് തന്നെ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കൺസ്യൂമർ ബിഹേവിയർ, യൂട്ടിലിറ്റി അനാലിസിസ്, ഇൻഡിഫറൻറ്റ് കർവ് അനാലിസിസ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഒക്കെ പ്രോപ്പറായിട്ട് നോക്കണം കേട്ടോ. അതുപോലെ യൂട്ടിലിറ്റി അനാലിസിസ് ഒക്കെ. കാരണം ഇതൊക്കെ നമുക്ക് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഏരിയാസ് ആണ്. എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുള്ള ഏരിയാസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മളുടെ യൂട്ടിലിറ്റി അനാലിസിസും ഇൻഡിഫറൻസ് കർവ് അനാലിസിസും ഒക്കെ. പിന്നെ നമുക്കുള്ളതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത് രണ്ടും, അതായത് രണ്ടിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അതായത് എന്താണ് നമ്മളുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, അതുപോലെ തന്നെ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലും. ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇതിനെ പറ്റിയിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാ വട്ടവും എക്സാമിന് ചോദിക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ് തിയറി ഓഫ് കോസ്റ്റ്. തിയറി ഓഫ് കോസ്റ്റ് എന്തായാലും ചോദിച്ചിരിക്കും, നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അവിടെ നമുക്ക് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കോസ്റ്റ് കർവുകളുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മളുടെ യു ഷേപ്ഡ് കോസ്റ്റ് കർവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് തന്നെയാണ് ഇവിടെയും. അതായത് നമ്മളുടെ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കോസ്റ്റ് കർവുകളെ പറ്റിയിട്ടും ഇവിടെയും നമ്മൾ ആ ഒരു ഫിഗർ വരച്ച് തന്നെയാണ് പഠിക്കുന്നത്. ഷോർട്ട് റൺ കോസ്റ്റ് കർവും ലോങ് റൺ കോസ്റ്റ് കർവും ഒക്കെ ആ ഒരു ഫിഗർ വരച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് തറവായിരിക്കും. അപ്പം നിങ്ങൾ ഒരിക്കലും മറന്നു പോകത്തില്ല. അപ്പോൾ ഈ ഒരു തിയറി ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക്സിൽ നിന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഏരിയയാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ, ഞാൻ എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ ഓൾറെഡി ഇതിലെടുത്തിട്ടേക്കുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ഏരിയാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് ഫോംസ് നമ്മൾ ഈ ഒരു എനിക്ക് തോന്നുന്നു +2 തൊട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? കൊമേഴ്സ് സ്റ്റുഡൻസ് +2 തൊട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കാം ഈ ഒരു പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് ഫോംസ്. അതിൽ നമുക്ക് ഏതൊക്കെ മാർക്കറ്റ്സ് അറിയാം? മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക്, ഒളിഗോപ്പൊളി, ഡുവോപ്പൊളി, പിന്നെന്താ മൊണോപ്സോണി, ഒളിഗോപ്സോണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് മാർക്കറ്റ്സ് പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഓരോന്നും പഠിച്ചിട്ടുണ്ടല്ലേ? ഇപ്പം മൊണോപ്പൊളിയുടെ പ്രത്യേകത, ഒരു സെല്ലറേ ഉള്ളൂ, അങ്ങനെ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോയിട്ടുള്ളതാണ്. അപ്പം ഡ്യുവോപ്പൊളി 2 സെല്ലേഴ്സ്, ഡ്യുവോ എന്ന് പറയുമ്പോൾ 2. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ നോക്കണം. അതായത് പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് ഫോംസ്. അതിൽ നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അറിയാമല്ലോ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പ്രത്യേകതകൾ, ആ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ, അതായത് ഓരോ മാർക്കറ്റ് കണ്ടീഷൻ്റെ അല്ലെങ്കിൽ ഓരോ മാർക്കറ്റ് ഫോംസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കി വെക്കണം കേട്ടോ. അതെന്തായാലും എക്സാമിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അതുപോലെ തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളിയിൽ നിങ്ങൾ എന്ത് പഠിക്കണം? പ്രൈസ് ലീഡർഷിപ്പ് മോഡൽ അണ്ടർ ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞൊരു ടേം സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒളിഗോപ്പൊളിയിൽ വരുന്ന പ്രൈസ് ലീഡർഷിപ്പ് എന്താണ് എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ
മോണോപ്പൊളി ആൻഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ മോണോപ്പൊളിയും വരുന്നുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ബാക്കി മാർക്കറ്റ് ഫോംസിലെല്ലാം നിങ്ങൾ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ നമുക്കുള്ളതാണ് പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ പല സ്ട്രാറ്റജീസ് ഉണ്ടല്ലേ. ഇപ്പം ഒരു പുതിയൊരു പ്രോഡക്റ്റിനെ നമ്മൾ പ്രൈസ് ചെയ്യുന്നത് പല രീതിയിൽ പ്രൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഏതൊക്കെ സ്ട്രാറ്റജീസ് വരാം? പ്രൈസ് സ്കിമ്മിങ്, പെനിട്രേഷൻ പ്രൈസിങ്, പീക്ക് ലോഡ് പ്രൈസിങ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഒക്കെ വരാറുണ്ട്. അപ്പം നമുക്കറിയാം പ്രൈസ് സ്കിമ്മിങ്ങും പ്രൈസ് പെനിട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഫസ്റ്റ് നമ്മൾ പ്രൈസ് കുറച്ചിട്ടിട്ട് പയ്യെ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതും. പ്രൈസ് സ്കിമ്മിങ് നമ്മൾ പറയുന്നു എന്താ, ഫസ്റ്റ് ഹൈ പ്രൈസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ പ്രൈസ് കുറയ്ക്കുക. അപ്പം അങ്ങനെ നിങ്ങൾ ഈ ഒരു പ്രൈസ് പെനിട്രേഷനും പ്രൈസ് സ്കിമ്മിങ്ങും പീക്ക് ലോഡ് പ്രൈസിങ്ങും ഒക്കെ എന്താണ് അതിൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു എങ്ങനെയാണ് ഇവർ പ്രൈസ് ചെയ്യുന്നത്, ഈ ഓരോ സ്ട്രാറ്റജീസിലും എങ്ങനെയാണ് പ്രോഡക്റ്റിനെ പ്രൈസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. കാരണം ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ ഒരു പ്രൈസ് സ്കിമ്മിങ്ങിനെ പറ്റിയിട്ടും പ്രൈസ് പെനിട്രേഷനെ പറ്റിയിട്ടും ഒക്കെ ചിലപ്പം ആപ്ലിക്കേഷൻ ലെവലിലും ചോദിക്കാം. ഇപ്പം ഈ ഒരു രീതിയിൽ പ്രൈസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഇത് ഏത് പ്രൈസിങ് ആണ് എന്ന് എക്സാമിന് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രൈസിങ് സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടും പ്രോപ്പറായിട്ട് നോക്കി വെച്ചിരിക്കണം. ഇപ്പം മെയിനായിട്ട് നമുക്ക് ഈ ഒരു എക്കണോമിക്സിൽ നമുക്ക് നോക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. എന്തൊക്കെ വരുന്നുണ്ട്? ഡിമാൻഡ് അനാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പും, പിന്നെ നമ്മളുടെ കൺസ്യൂമർ ബിഹേവിയർ, യൂട്ടിലിറ്റി അനാലിസിസ്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, ദെൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ആൻഡ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, പിന്നെ നമ്മളുടെ തിയറി ഓഫ് കോസ്റ്റ്, അതിൽ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്, പിന്നെ പ്രൈസ് ഡിറ്റർമിനേഷൻ, ഡിഫറെൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻസിലുള്ള പ്രൈസ് ഡിറ്റർമിനേഷൻസ്, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് പ്രൈസിങ് സ്ട്രാറ്റജീസും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എക്കണോമിക്സിൽ നോക്കി വെച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ നമ്മളുടെ എക്കണോമിക്സിൻ്റെ ഡിസ്കഷൻ സീരീസ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്ന 4th യൂണിറ്റിൻ്റെ സീരീസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്